എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. സാധാരണ ചായക്കടകളിലൊക്കെ ഇത് മൈദ വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും വന്നു. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇവിടെ 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് കറിവേപ്പില എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്, 240 ml ഒരു കപ്പാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിന് പകരം നിങ്ങൾക്ക് ഈ മാവ് ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. സാധാരണ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ 1-2 മണിക്കൂർ മാവ് മാറ്റി വെക്കാറുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തൈര് ചേർക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഉള്ളിവട കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പോവാണ്. ഒരുപാട് ലൂസായി പോകരുത്, നമുക്ക് ഉരുട്ടാനുള്ള പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് അപ്പോൾ തന്നെ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടും ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിവിടെ തൈര് ചേർത്തിരിക്കുന്ന കാരണം നിങ്ങൾക്ക് ഇത് ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. എങ്കിൽ കൂടി ഇത് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 1-2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തുള്ളത്, ബാക്കി ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉരുട്ടുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളിവട ഈ ഒരു ഷേപ്പിലാണ് കിട്ടാറ്. അപ്പോൾ ആ ഷേപ്പിലാണ് ഞാൻ ഇത് ഉരുട്ടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെള്ളം തടവിയതിന് ശേഷം നമ്മൾ ഈ മാവ് ഉരുട്ടിയെടുക്കുക. 1 മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് വരും, കുറച്ച് ലൂസായിട്ട് തോന്നും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആദ്യം വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ കൈ ഒന്നുകൂടി നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഹോൾ ഇടാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഇപ്പം ഉള്ളത്, നല്ല ചൂടായി കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന വട ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കുക. തീ ഒരുപാട് കൂട്ടിയിടുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇത് ചൂടോടെ കഴിക്കാം, ചൂടോടെ അല്ലാതെ കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ചായ പലഹാരമൊക്കെ നമ്മളെപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്.
അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഉള്ളിവടകളും ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. സാധാരണ മൈദ വെച്ചിട്ട് ചെയ്യുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഗോതമ്പ് വെച്ച് ചെയ്യുമ്പോഴും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഈ ഒരു ഉള്ളിവട നല്ല സോഫ്റ്റായിട്ട് തന്നെയാണുള്ളത്. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റിലുള്ള ഉള്ളിവടയാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. Thank you.